ഇവിടെ നമുക്ക് അഭിജിത്തിനെ കാണാൻ സാധിക്കുന്നുണ്ട്. അദ്ദേഹത്തോട് എന്ത് ചോദിക്കണമെന്ന് അറിയാത്ത സാഹചര്യമുള്ളത് കൊണ്ട് മാത്രം ഞാനത് ആ മേഖലയിലേക്ക് കടന്നു ചെല്ലുന്നില്ല എന്നുള്ളതാണ്. വീട്ടിലേക്ക് സാഹചര്യം എന്നതിനപ്പുറത്തേക്ക് ദീപക് അവനവിടെ ഒറ്റയ്ക്കിരിക്കട്ടെ, ചേട്ടനുമായി വീട്ടിലേക്ക് വരാം എന്ന് കരുതി ഇരുന്ന ആളാണ് അഭിജിത്ത്. അഭിജിത്തിൻ്റെ സാമ്പിളാണ് DNA പരിശോധനാ ഫലത്തിനായി എടുത്തത്. തിരികെ വീട്ടിലേക്ക് ചേട്ടൻ്റെ മൃതദേഹവുമായി പോകേണ്ട സാഹചര്യമാണ് വന്നിരിക്കുന്നത്. ഒപ്പം അവിടെ നിന്ന് കണ്ടെടുത്ത എല്ലാം കൊണ്ടുവരണം എന്നാണ് ചേച്ചി കൃഷ്ണപ്രിയ പറഞ്ഞത്. ആശുപത്രിയിൽ നിന്ന് ഒപ്പം ഉദ്യോഗസ്ഥരിൽ നിന്ന് അതെല്ലാം ശേഖരിച്ച് വീട്ടിലേക്ക് ചെല്ലേണ്ട അഭിജിത്തിനെയാണ് നമ്മളവിടെ കാണുന്നത്. അഭിജിത്തും ജിതിനും അനുഭവിക്കുന്ന ഒരു വേദനയുടെ ആഴം അത് നമുക്ക് പറഞ്ഞു തരാൻ കഴിയുന്ന ഒന്നല്ല ദീപക്. ഈ ആംബുലൻസിൽ തന്നെയായിരിക്കും അവരെല്ലാവരും ഒന്നിച്ച് പോവുക. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പലയിടങ്ങളിലും ആളുകൾ അർജുനെ ഇതുവരെ കണ്ടിട്ട് പോലും ഇല്ലാത്ത, അറിയാത്ത ആളുകൾ പോലും അർജുനെ ഒരു കുടുംബാംഗം പോലെ സ്നേഹിച്ച് അർജുൻ്റെ മടങ്ങിവരവിനായി പ്രാർത്ഥിച്ച് കാത്തിരുന്നതാണ് നമ്മൾ തെരച്ചിൽ തുടങ്ങിയ ആദ്യ ദിനങ്ങളിൽ നേരിട്ട് കണ്ടറിഞ്ഞത്. അതുകൊണ്ട് തന്നെ അർജുൻ്റെ യാത്ര എന്ന് പറയുന്നത് ഒരു VIP ആണോ എന്ന് ചോദിച്ച കർണാടകയ്ക്ക് മുന്നിൽ VIP-യേക്കാളും വലുതാണ് അർജുൻ എന്ന് ജനങ്ങൾ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ ഈ യാത്രാവേളയിൽ? സുജയ, അക്ഷരാർത്ഥത്തിൽ സുജയ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു VIP ആണോ എന്നുള്ള ചോദ്യമാണ് പല ഘട്ടങ്ങളിലായി നമ്മൾ ഈ ഒരു ദൗത്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടേക്ക് എത്തുമ്പോൾ എല്ലാവരും ആകാംക്ഷയോടുകൂടി ചോദിച്ചിരുന്നത്. ഇന്നിപ്പോൾ ഈ ഒരു കേസിൻ്റെ അന്വേഷണ ചുമതലയുള്ള DYSP സംസാരിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം എന്നോട് പേഴ്സണലി സംസാരിച്ചപ്പോൾ പറഞ്ഞത് നിങ്ങൾ ഇങ്ങനെ നിൽക്കുമെന്ന് കരുതിയിരുന്നില്ല എന്നുള്ളതാണ്. അത് വേറൊരു അർത്ഥത്തിലല്ല. അദ്ദേഹം പറഞ്ഞത് ഇത്രയും യൂണിറ്റിയോടുകൂടി ഒരു നാടൊന്നടങ്കം ഇങ്ങനെ ഒരാളെ കണ്ടെത്താൻ വേണ്ടി നിന്നത് അവരെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് തന്നെയാണ് ഈ ഒരു ദൗത്യം ഈ ഒരു അവസാന നിമിഷത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ആ വീട്ടിലേക്ക് അർജുനെ അവസാനമായി ഒന്ന് എത്തിക്കുമ്പോൾ നമുക്ക് നൽകാൻ കഴിയുന്ന വാഹനത്തിലാണ് അവർ മടങ്ങുന്നത്. ദൃശ്യങ്ങളിൽ കാണാം ഒരു വാഹനത്തിലേക്ക് ഇപ്പോൾ. അതെ, മഞ്ചേശ്വരം MLA വാഹനത്തിലാണ് ജിതിനും ഒപ്പം തന്നെ അർജുൻ്റെ സഹോദരൻ അഭിജിത്തും മടങ്ങുന്നത്. ഒപ്പം തന്നെ അവർക്കൊപ്പം അർജുൻ്റെ ചില അവശേഷിപ്പുകൾ കൂടി ഉണ്ട് ഉള്ളത് ഓർക്കണം. അത് ആ വീട്ടിലേക്ക് എത്തുമ്പോഴുണ്ടാകുന്ന ഒരു മാനസികാവസ്ഥയൊക്കെ ആലോചിച്ച് പോവുകയാണ്. അർജുൻ ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങൾ, ആ കുഞ്ഞിന് കളിപ്പാട്ടമായി കരുതിയിരുന്ന ട്രക്ക്, ഒപ്പം തന്നെ പല ഘട്ടങ്ങളിൽ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുന്നതിനൊക്കെ വേണ്ടി സൂക്ഷിച്ചിരുന്ന പാത്രങ്ങൾ, ഇങ്ങനെ തുടങ്ങി ഒട്ടേറെ അവശേഷിപ്പുകൾ ബാക്കിയാക്കി വെച്ചിട്ടാണ് അർജുൻ മടങ്ങുന്നത്. ആ ഒരു ട്രക്കിന് അകത്ത് തന്നെ അർജുൻ ഉണ്ടാകും എന്നുള്ള, അല്ലെങ്കിൽ ആ ക്യാബിനകത്ത് തന്നെ അർജുൻ ഉണ്ടാകുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടു കൂടി നടത്തിയ നീക്കങ്ങൾ, ആ നീക്കങ്ങൾ പൂർണ്ണാർത്ഥത്തിലേക്ക് വിജയമായില്ലെങ്കിൽ പോലും ആ കുടുംബത്തിലേക്ക് അർജുനെ ഒന്ന് തിരികെ എത്തിക്കാൻ കഴിയണം എന്നുള്ള ആ കുടുംബത്തിലെ അംഗങ്ങളുടെ ഏറ്റവും വലിയ ഒരു ഊർജ്ജത്തോടു കൂടിയുള്ള നിലനിൽപ്പ്, ആ നിലനിൽപ്പിന് അവർ ഉയർത്തിയ ഒരു ചോദ്യത്തിന് ഒടുവിൽ ഉത്തരമുണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയേണ്ടി വരിക. ഇവിടെ നിന്നും MLA ഉൾപ്പെടെയുള്ള ആളുകൾ റോഡ് മാർഗം തന്നെ ഈ വാഹനത്തെ അനുഗമിക്കുകയാണ്. എന്ന് വെച്ചാൽ ഏതാണ്ട് 10-12 മണിക്കൂറോളം സമയം അത് അങ്ങനെ ആ ഒരു ദൂരയാത്രയ്ക്ക് തയ്യാറാവുകയാണ്. അത് മലയാളികൾ നൽകിയിട്ടുള്ള ഒരു സ്നേഹവും കൂടി അതിൻ്റെ ഭാഗമായിട്ടുണ്ട് എന്നുള്ളതാണ് സതീഷ് സൈനി പറയുന്നത്. അദ്ദേഹം ഇതിനു മുൻപ് ഇങ്ങനെ ഒരു കാഴ്ച കണ്ടിട്ടില്ല എന്നുള്ളത് കൂടി കഴിഞ്ഞ ദിവസമൊക്കെ സംസാരിക്കുമ്പോൾ പറയുന്നുണ്ടായിരുന്നു. ഇങ്ങനെയൊരു കാഴ്ച കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അതായത് ഒരു മനുഷ്യന് വേണ്ടി അത് VIP ആണോ എന്നുള്ള ചോദ്യം ആദ്യഘട്ടത്തിൽ ചില കോണുകളിൽ നിന്നെങ്കിലും ഉയർന്നെങ്കിലും പിന്നീട് അതിനപ്പുറത്തേക്കുള്ള രീതിയിൽ ആളുകൾ ഒന്നിച്ചു നിൽക്കുകയും അർജുനു വേണ്ടി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ, ഇപ്പോൾ അല്പം മുമ്പ് കൂടി അദ്ദേഹം സംസാരിക്കുമ്പോൾ പറയുന്നത് ഞങ്ങളുടെ ലോകേഷനും ജഗന്നാഥനും കൂടി വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നുള്ള കാര്യമാണ്. എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരാളെ കണ്ടെത്താൻ നടത്തിയ ധീരോദാത്തമായ ഒരു അക്ഷീണം പ്രയത്നിച്ച ഒരു നീക്കം, ആ നീക്കം ഏറ്റവും ഒടുവിൽ അതിൻ്റെ ഒരു കുറച്ചെങ്കിലും ഒരു അല്പമെങ്കിലും ആശ്വാസം നൽകുന്ന തരത്തിലേക്ക് എത്തിച്ചേർന്നു എന്നുള്ളത് മാത്രം നമുക്ക് ഈ കാർവാറിൽ നിന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. ഈ ദൗത്യത്തിൻ്റെ ആദ്യഘട്ടം മുതൽ ഈ മേഖലയിലേക്ക് കടന്നു വരുമ്പോഴൊക്കെ ഏറെ പ്രതീക്ഷയോടുകൂടി നിന്ന ഒരാളാണ് ഞാനും. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ഏറ്റവും ഒടുവിലെ യാത്രയ്ക്കും ഈ ഒരു തരത്തിൽ സംവദിക്കേണ്ടി വന്നു എന്നുള്ളതിൻ്റെ ദുഃഖം എന്നെയും വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും അർജുൻ്റെ വീട്, ആ വീട്ടിൽ ഉള്ള കുഞ്ഞ്, അമ്മ, ഒപ്പം തന്നെ അർജുൻ്റെ ഭാര്യ, സഹോദരി, അങ്ങനെ തുടങ്ങി അർജുനെ അവസാനമായി ഒന്ന് കാണാനെങ്കിലും കാത്തിരിക്കുന്ന, അല്ലെങ്കിൽ അർജുൻ ഇവിടെ എത്തിയിട്ടുണ്ട് എന്നറിയാനെങ്കിലും കാത്തിരിക്കുന്ന ആ മനുഷ്യർക്ക് മുൻപിലേക്ക് ഈ വാഹനം നാളെ രാവിലെ ഏതാണ്ട് 6 മണിയോടുകൂടി എത്തിച്ചേരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആ തരത്തിലുള്ള ക്രമീകരണങ്ങൾ ഇതിനോട് അകം തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ സമയം പൊതുദർശനം ഉൾപ്പെടെയുള്ള ചടങ്ങുകളിലേക്ക് പോകാൻ കഴിയാത്ത സ്ഥിതിവിശേഷമുണ്ട്. അത് നമ്മൾ നേരത്തെയൊക്കെ ആ കാര്യങ്ങളൊക്കെ
ഒക്കെ സംബന്ധിച്ചുള്ള വിശദീകരണങ്ങൾ നൽകിയിട്ടുള്ളതാണ്. നോക്കൂ ദീപക്, അവിടെ ആ കാറിൽ ചാരി നിൽക്കുന്ന മനുഷ്യൻ സതീഷ് കൃഷ്ണ സെയിൽ എന്ന MLA, അദ്ദേഹം ഈ തെരച്ചിൽ വേളയിൽ ഉടനീളം നമുക്കൊപ്പം ഉണ്ടായിരുന്നു. AK മഷ്റഫിനെ പോലെ, MK രാഘവനെ പോലെ അവിടെ എത്തിയ ജനപ്രതിനിധികളെ പോലെ ഇടത് MLA മാർ ഊഴം വെച്ച് അവിടെ അർജുൻ്റെ തെരച്ചിലിനായി ഒപ്പം നിൽക്കുന്നത് നമ്മൾ കണ്ടു. മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ഒക്കെ അവിടെ എത്തി സന്ദർശിച്ചു. മന്ത്രിമാരെത്തുന്നു. ഇവിടെ സതീഷ് കൃഷ്ണ സെയിൽ അർജുൻ്റെ വീട്ടിലേക്ക് കൂടി വരികയാണ്. നേരിട്ട് വന്ന് സഹായധനം കൈമാറുക എന്നതിനപ്പുറം ആ കുടുംബത്തെ ഒന്ന് കാണണം, അവരുടെ ദുഃഖത്തിൽ തങ്ങളും ഒപ്പമുണ്ട് എന്നൊന്ന് പറയണം എന്ന് കൂടി അദ്ദേഹം കരുതുന്നുണ്ടാകുമല്ലേ ദീപക്? തീർച്ചയായും അർജുൻ്റെ സഹോദരി അഞ്ജുവുമായും ഒപ്പം തന്നെ സഹോദരി ഭർത്താവ് ജിതിനുമായും ഒക്കെ സതീഷ് കൃഷ്ണസേലിക്ക് നല്ല ബന്ധമാണുള്ളത്. പല ഘട്ടങ്ങളിലായി അത്തരത്തിൽ സഹായങ്ങൾ അഭ്യർത്ഥിച്ച അവർ ആദ്യം ഓടിയെത്തുന്ന ഒരാളെന്നുള്ള നിലയ്ക്കിലേക്ക് സതീഷ് കൃഷ്ണസേലി മാറിയിട്ടുണ്ട്. ഒരു മലയാളിയെ സംബന്ധിച്ച് ആ നാട്ടിലുള്ള ജനപ്രതിനിധിയെ ആയിരിക്കാം ഒരു പക്ഷേ ഇത്തരം പ്രധാന ഘട്ടങ്ങളിലൊക്കെ നമ്മൾ ആദ്യഘട്ടത്തിൽ ആശ്രയിക്കുക. അങ്ങനെ MK രാഘവൻ MP ആശ്രയിച്ചിട്ടുണ്ട്. മറ്റ് നമ്മുടെ മുഖ്യമന്ത്രി അടക്കം പല നേതാക്കളെയും ആ നിലയ്ക്കൊക്കെ പല ആവശ്യങ്ങൾക്ക് വേണ്ടി ഇവർ സമീപിച്ചിട്ടുണ്ട്. ആ സമയത്തൊക്കെ തന്നെ ഏറ്റവും ആത്മവിശ്വാസത്തോടു കൂടി അദ്ദേഹം ഒരു കാര്യങ്ങളിൽ ഇടപെടുമെന്ന് കരുതിക്കൊണ്ട് തന്നെ സമീപിക്കാവുന്ന തരത്തിൽ വളരെ സൗഹാർദ്ദപരമായി തന്നെ ഇടപഴകിയിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ മാത്രമേ സതീഷ് കൃഷ്ണസേലിയെ കാണാൻ സാധിക്കും. നമ്മൾ പോലും പല ഘട്ടങ്ങളിലും വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടി, കൃത്യമായ വിവരങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി ആശ്രയിച്ചിട്ടുള്ള ഒരാളാണ് അദ്ദേഹം. ഇന്നും ഇന്നലെയൊക്കെയായി നമ്മുടെ അടുത്തൊക്കെ സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട്, ഏതെങ്കിലും ഘട്ടങ്ങളിൽ മോശമായ രീതിയിൽ എന്തെങ്കിലും സംസാരിച്ചു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ആ നിലയ്ക്ക് വിട്ടുകളയണമെന്നുള്ളതാണ്. അതായത് ഈ മനുഷ്യരൊക്കെ ഒന്ന് ചേർന്ന ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ ഒന്നായി മാറിപ്പോയി. അത് അർജുന് വേണ്ടി അങ്ങനെ മാറി എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ നിന്നും കാണാൻ സാധിച്ചത്. ഇതിന് മുൻപൊന്നും തന്നെ കർണാടക സാക്ഷ്യം വഹിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള ദൗത്യത്തിന് ഇത് തുടക്കം കുറിച്ചു എന്നുള്ളതാണ്. ഇന്നലെ SP സംസാരിക്കുമ്പോഴും പറയുന്നുണ്ട്, ഇതൊരു SOP ആക്കി എടുത്തുകൊണ്ട് ഞങ്ങൾ ഇനിയുള്ള മുന്നോട്ടുള്ള യാത്രകൾക്ക് ഊർജ്ജമാക്കി മാറ്റുമെന്നുള്ളതാണ്. അതായത് ഇങ്ങനെയൊരു ദൗത്യത്തിൻ്റെ ഭാഗമാകേണ്ടി വന്നു എന്നുള്ളത് ദുഃഖകരമായ കാര്യമാണ്. എങ്കിൽ പോലും അങ്ങനെയൊരു ദൗത്യം അത് ഇത്രമേൽ വലിയ ദൗത്യമായി മാറി ഏറ്റവും ഒടുവിൽ ആ കുടുംബത്തിന് അല്പമെങ്കിലും, അങ്ങനെയേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ഒരു തരത്തിലും ഒരാളുടെയും വേർപാട് ആർക്കും ഒരു തരത്തിലും നികത്താനാകാത്തതാണ്. എങ്കിൽ പോലും അല്പമെങ്കിലും ആശ്വാസമാകുന്ന തരത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ള ആ ഒരു ചാരിതാർത്ഥ്യമാണ് കർണാടക സർക്കാരിനെ സംബന്ധിച്ചുള്ളത്. പ്രത്യേകിച്ച് നേരത്തെ നമ്മൾ കണ്ട സതീഷ് കൃഷ്ണസേലി അടക്കമുള്ള